ശരിക്കും പറഞ്ഞാൽ വർഗീയ സ്പിരിറ്റ് അതിനകത്തുണ്ട്. അവൻ്റെ മാല അവൻ്റെ ദീക്ഷ ഒരു മേടിക്കാമോ? അവൻ്റെ അമ്പലത്തിലെ പൂജാരിയല്ലേ? ഞാൻ ചോദിച്ചു, അടിക്കാൻ ഇവർക്ക് ആരാ അധികാരം കൊടുത്തത്? ഇവരാരടിക്കാൻ? ഇവനെന്താ ഭീകരനാ? ഇവൻ പാകിസ്ഥാൻ ഭീകരനാ? ഈ വെടിക്കുന്ന സമയത്ത് തലക്കടിക്കുമ്പോൾ ഇവൻ കോമ സ്റ്റേജിലായ എന്താര് സഹായിക്കും എന്നെ? ഒന്നോളം പോലീസ് ഇപ്പത്തുണ്ടായിരുന്ന ഈ ഉദ്യോഗസ്ഥർ തന്നെ എന്നെ പ്രതിയാക്കി, അയാളെ വാദിയാക്കി, എനിക്കെതിരെ കേസ് കൊടുത്തു. അതും തലക്കടിക്കണ്. ഇവൻ്റെ അമ്മ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെ പ്രായമുള്ളവൻ എൻ്റെ മകനടിക്കുമ്പോൾ എനിക്ക് എത്ര വേദന ഉണ്ടാവും. ഇത് കേൾക്കുമ്പോഴാണ് നമുക്ക് പുച്ഛ തോന്നുന്നത്. ഈ കേരള പോലീസിനോട് പുച്ഛം തോന്നുന്നറിയോ? അത് ഇവനെ തല്ലുന്ന എന്ത് തല്ലതാണ്. ഇവിടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാണ്ടല്ലോ ഇവരുടെ സ്വഭാവം തനി വടക്കാം. ഇത് അനുഭവം കൊണ്ട് പറയാം, സ്വന്തം അനുഭവം പറയണം, വെറുതെ ആൾക്കാർ പറഞ്ഞതല്ല. അത് വർഗീയ ചിന്തയാണ് അയാളുടെ. അത് കാരണം കുന്നോളത്തെ പോലീസ് വർഗീയ ചിന്തകളുള്ള പലവരുണ്ട്, എനിക്ക് നേരിട്ടറിയാം. അവർക്ക് ആ മാലൂരാൻ പാടില്ല, അവൻ്റെ ദീക്ഷയാണത്. ബാക്കിൽ ചവിട്ടി കൂട്ടുകാരെന്നാ പറഞ്ഞു പോലീസുകാർ. അങ്ങനെ തന്നെ അവൻ എന്നോട് പറഞ്ഞു, ഇടിമുറി ഉണ്ടെന്നാ പറഞ്ഞ മുകളിൽ ഇടിമുറി. അതിനകത്തിട്ട് അവരുടെ കാലിൽ ഇത് ഇടിമുറി. എൻ്റെ പേര് ബുബാഷ്. എന്തെടുക്കുന്നു സാർ? ഇപ്പോൾ ഞാനൊരു കച്ചവടക്കാരനാണ്. ഇത് വലിയൊരു വാർത്തയായി മാറിയിരിക്കുകയല്ലേ? വാർത്ത മാറിയെന്ന് വെച്ചാൽ വാർത്ത ഉണ്ടായിരുന്നു, ഇത് സംഭവം അറിയായിരുന്നു. പക്ഷെ ഇത്രയും വലിയ മർദ്ദനം നടന്നത് നമ്മൾ ടി വിയിലൂടെയാണ് കാണുന്നത്. ഈ CCTV കണ്ടപ്പോഴാണ് ഇത്രയും വലിയ മർദ്ദനം നമ്മൾ കാണുന്നത്. ഈ വെടിക്കുന്ന സമയത്ത് തലക്കടിക്കുമ്പോൾ ഇവൻ കോമ സ്റ്റേജിലായ എന്താര് സഹായിക്കും എന്നെ? ആ തലക്കടിക്കുന്നത് പോലീസുകാർ ഇടിക്കുമ്പോൾ കോമ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ ഇവൻ ആരും നോക്കും? എൻ്റെ മകൻ്റെ പ്രായമുള്ളൂ, ഇവിടേക്ക് ഓടി നടന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു കുട്ടിയാണ്. അവൻ കോമ സ്റ്റേജിൽ നോക്കാൻ ആരുമില്ല. പിന്നെ ഇവർക്ക് ഈ പാലക്കാട് CCTV പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടില്ലേന്ന് ചോദിക്കണം. പോലീസ് ഉദ്യോഗസ്ഥർ CCTV കണ്ട വലിയ കാര്യമൊന്നുമില്ല. കാരണം എനിക്ക് അനുഭവമുണ്ട്. എൻ്റെ കടയിൽ വന്ന് 2 പേര് എന്നെ മർദ്ദിച്ച് എൻ്റെ കടയിൽ നിന്ന് ഒരു സാധനം മോഷ്ടിച്ച് കൊണ്ടുപോകുന്നത്. ഞാൻ ഹോസ്പിറ്റലായി ഇതൊക്കെ ആയിട്ട് CCTV ഫുട്ടേജ് എടുത്ത് ഞാൻ പോലീസിന് കൊടുത്തപ്പോൾ പോലീസ് പറഞ്ഞ വാക്കെന്താ അറിയോ? അവൻ്റെ പേരിൽ അവനെ വാദിയാക്കി, എന്നെ പ്രതിയാക്കി. എൻ്റെ കടയിൽ വന്ന് ഈ കുന്നോളം പോലീസ് ഇപ്പത്തുണ്ടായിരുന്ന ഈ ഉദ്യോഗസ്ഥർ തന്നെ എന്നെ പ്രതിയാക്കി, അയാളെ വാദിയാക്കി, എനിക്കെതിരെ കേസ് കൊടുത്തു. അപ്പം ഞാൻ കുന്നോളം പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞതറിയോ? അയാൾ കേന്ദ്ര ഗവൺമെൻറ് ജോലിക്കാരനാണ്, അയാളുടെ പേര് കേസെടുത്താൽ അയാളുടെ ജോലി പോവും, ജോലി മേടിച്ചെടുക്കണം, ഈ കുന്നോളം പോലീസിനെ പറ്റില്ല എന്ന് പറഞ്ഞ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, താൻ പോയിട്ട് പേരടച്ച് ഒഴിവാക്കാൻ. ഞാനെന്ത് ജാമ്യമെടുത്ത് അയാളുടെ പേരിൽ കോടതി മുഖാന്തരം പ്രൈവറ്റ് കേസ് കൊടുത്ത് കോടതി കേസ് എടുത്തിരിക്കും. എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക 2 കേസ്. അതാണ് ഈ കുന്നോളം പോലീസ്. അപ്പം CCTV ഉണ്ടെന്ന് പറഞ്ഞിട്ട് കേസ് എടുക്കുന്നില്ല പോലീസ്. എൻ്റെ അനുഭവം പറയാണ്. അത്രയും വൃത്തികേട് എന്നോട് ചെയ്തവർ ഈ കുന്നോളം പോലീസ്. ഇന്നിരിക്കുന്ന ഈ കുന്നോളം പോലീസ് എന്നോട് ചെയ്താ. എൻ്റെ CCTV വരെ കൊടുത്തു. എൻ്റെ കടയിൽ നിന്ന് എന്നെ മർദ്ദിക്കും, 2 പേരും മർദ്ദിക്കുകയും എൻ്റെ കടയിൽ നിന്ന് സാധനം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. അവർ കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അവർ പോലീസുകാരെന്നല്ല കേട്ടോ, കേന്ദ്ര ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ആരാ നമ്മുടെ അവരുടെ പേരിൽ കേസ് എടുത്താൽ അവരുടെ ജോലി പോകും. മേടിച്ചു കൊടുക്കാൻ കുന്നോളം പോലീസിനെ പറ്റില്ല. അതാണ്. അപ്പോൾ ഈ പയ്യനെ ഇങ്ങനെ ഇടിക്കുമ്പോൾ ഇവർക്ക് ഇവൻ എന്ത് തെറ്റേതും ഭീകരണം എന്നല്ലല്ലോ, എന്താണ് നാട്ടിലെ പിള്ളേരെ പിടിച്ചുകൊണ്ടുപോകണമെന്ന് ചോദിച്ചു. അപ്പോൾ അതിനെ പോലീസ് പിടിച്ചുകൊണ്ടിട്ട് മർദ്ദിക്കുക, അതും തലക്കടിക്കണ്. ഇവൻ്റെ അമ്മ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെ പ്രായമുള്ളവൻ എൻ്റെ മകനടിക്കുമ്പോൾ എനിക്ക് എത്ര വേദന ഉണ്ടാവും. ഇവർക്ക് തോന്നിവാസമല്ലേ, ചോദിക്കാൻ ആരുമില്ല. എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു കേട്ടു, ശിക്ഷാ നടപടി എടുക്കുന്നു. എന്ത് ശിക്ഷാ നടപടി? ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ചെയ്ത് ശിക്ഷാ നടപടിയാണ്. ഇപ്പോൾ ഗവൺമെൻറ് സർവീസിൽ എല്ലാവരും മാറ്റുന്നില്ലേ? 3 കൊല്ലമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവരും ട്രാൻസ്ഫർ. ഇതൊക്കെ ശിക്ഷാ നടപടിയാണ്. ഇത് ആൾക്കാരെ കളിയൊക്കെ ഇവർ പോലീസ് തൃശ്ശൂരിൽ നിന്ന് പറഞ്ഞു ശിക്ഷാ നടപടി എടുത്തു എന്ന്. എന്താ ആൾക്കാരെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശിക്ഷാ നടപടിയാണെങ്കിൽ ഇനി ട്രാൻസ്ഫർ വേണ്ട, മരണം വരെ ഒരേ പോസ്റ്റ് ഒരേ സർവീസിലിരിക്കട്ടെ, വേണ്ട. ഇതിപ്പോൾ ആളുകളെ സത്യം പറഞ്ഞാൽ ഇവർക്ക് തെറി പറയാനുള്ളൂ. അതിലും വലിയ തെറി ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആളുകളെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ശിക്ഷാ നടപടി. ഇത് ജനങ്ങളെ തെറി പറയണെടുത്തു. ഇതിലും വലിയ ആൾക്കാർ ഇവർ വേറെ എന്തെങ്കിലും പറഞ്ഞുകൂടെ? ഇത് കേൾക്കുമ്പോഴാണ് നമുക്ക് പുച്ഛ തോന്നുന്നത്. ഈ കേരള പോലീസിനോട് പുച്ഛം തോന്നറിയോ? അത് ഇവനെ തല്ലുന്ന എന്ത് തല്ലതാണ്. എന്നിട്ട് അവന് അവൻ ഇവിടെ പൂജാരി നടക്കണം, ആ ഇത് മാലയൊക്കെ അവൻ്റെ ദീക്ഷയല്ലേ, ആ ദീക്ഷയൊക്കെ മേടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വർഗീയ സ്പിരിറ്റും കൂടിയാണ് അതിനകത്ത്. ശരിക്കും പറഞ്ഞാൽ വർഗീയ സ്പിരിറ്റ് അതിനകത്തുണ്ട്. അവൻ്റെ മാല അവൻ്റെ ദീക്ഷ മേടിക്കാമോ? അവൻ്റെ അമ്പലത്തിലെ പൂജാരിയല്ലേ? നിങ്ങളെന്താ പറയുക? നമ്മൾ ഇതല്ലേ, അവൻ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ. നമ്മൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെന്തെങ്കിലും വന്ന് ഓടി വന്ന പയ്യനാ. അവനൊരു ബോധം കെട്ട് പോലും എനിക്ക് ഞങ്ങളെപ്പോഴും ആൾക്കാർക്ക് ആളില്ല. എൻ്റെ മകൻ്റെ പ്രായമുള്ളവൻ അവൻ ഈ ഇടിച്ചു വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മുടെ മകനെ ഇടിക്കണ രംഗം അവൻ്റെ അമ്മ കണ്ടു കഴിഞ്ഞാൽ എത്ര വേദന അമ്മയ്ക്കുണ്ടാവും. ഞാൻ എൻ്റെ രോക്ഷത്തോടെ പറഞ്ഞു, ഇത്ര രോക്ഷം കണ്ടിട്ട് ഞെട്ടി. നിങ്ങളില്ലേ ഇത്രയും എപ്പോഴും TV ഇതുള്ളൂ, പത്രക്കാരും ജനങ്ങളെല്ലാം ഞെട്ടിപ്പോയി ഈ രംഗം കണ്ടിട്ട്.
എന്ത് ക്രൂരത എന്ത് തെറ്റാ ചെയ്തവൻ ചോദിച്ചാൽ എന്തുണ്ടെങ്കിൽ ആ പിള്ളേരൊക്കെ പിടിച്ച് ഇവർക്ക് ഒരു തന്നെ രാത്രിയൊക്കെ കഴിഞ്ഞാൽ കള്ളു പിടിച്ചിട്ട് തോന്നിവാസം കാണിക്കലിൻ്റെ പണി എൻ്റെ അനുഭവം പറഞ്ഞു എന്നെ വാദിയാക്കി എന്നെ പ്രതിയാക്കിയത്. ഞാൻ കൊടുത്ത കേസ് CCTV ദൃശ്യമുണ്ട് ഇപ്പോഴും കുന്നോളം കോടതിയിൽ കേസ് നടക്കുക. ഞാൻ പ്രൈവറ്റായിട്ട് കൊടുത്ത കേസ് ഇവരെടുത്തില്ല, ഹൈക്കോടതി വരെ പോയി. അതെ, ഹൈക്കോടതി പോയി പൈസ അത്രയും വലിയൊരു കേസ് തെളിവ് സഹിതം കൊടുത്തിട്ട് അയാൾ അവിടുത്തെ ആൾ പറഞ്ഞ തൻ്റെ പേര് കേസ് എടുക്കാനേ പറ്റുള്ളൂ, അവൻ്റെ പേരിൽ കേസ് എടുക്കാൻ വല്ലാണ്ട് ജോലി പോകുന്നു. അതാ മറുപടി. ഈ കുന്നോളം പോലീസ് പറഞ്ഞ മറുപടിയാ. എന്നിട്ട് എൻ്റെ പേര് കേസുണ്ട് എന്നോട് പറയാം താൻ പേരടച്ച് ഒഴിവായി പോയിക്കോന്നു. അപ്പോൾ നിസ്സാര സൗജന്യം ചെയ്തതാണ്. ഞാൻ കേസ് ഞാൻ ജാമ്യം എടുക്കിയത് ജാമ്യം ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുക. അവരുടെ പേരിൽ ഞാൻ കോടതിയിൽ പ്രൈവറ്റ് കേസ് കൊടുത്തിട്ട് ഈ കുന്നോളം അത്രയും അതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ച വേണ്ട. ഞാനത് പറഞ്ഞ എന്താണ് അവർ ആ കേസ് എൻ്റെ പേരിലെടുത്തു അവരുടെ പേരിൽ കേസ് എടുക്കാൻ എന്താണെന്ന് ശരിയാഹാരം നിന്നോടൊക്കെ മനസ്സിലാവും. തീർച്ചയായിട്ടും അറിയാം അല്ലേ? ഞാനായിട്ട് പറയണില്ല. അയാൾ എന്താണ് അതിൻ്റെ ലാഭം എന്ന് ആ ഉദ്യോഗസ്ഥർക്ക് എന്തായിരുന്നു അയാൾ ജോലി പോകും കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ജോലി പോകുന്ന വെച്ചാൽ എന്ത് ലാഭം കിട്ടിയിട്ടുണ്ടാവുമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അവരുടെ ബന്ധുവൊന്നല്ല ഈ പ്രതി എന്നിട്ട് അവർക്ക് അവർക്ക് എത്ര ലാഭം എന്ന് മാത്രം ഈ പൊതുസമൂഹം ചിന്തിച്ചാൽ മതി. എൻ്റെ വേദന കൊണ്ടാണ് പറയണത്. ഞാനിപ്പോഴും കേസ് എടുത്തിട്ട് എൻ്റെ പൈസ പോയിക്കൊണ്ടിരിക്കണത്. കോടതി പോകുമ്പോൾ പൈസ വേണമല്ലോ, വക്കീൽ കാശ് വേണമല്ലോ. ഇതെൻ്റെ കാശാണ്. ശരിക്കും അവൻ്റെ പേരിൽ മാത്രം കേസെടുത്ത് അവന് അറസ്റ്റ് ചെയ്ത് വിടേണ്ടതാണ്. അതിൻ്റെ പേര് ജോലി പോകുന്നിടത്ത്. അപ്പോൾ എത്രമാത്രം ലാഭം അവിടെ നടന്നു എന്ന് ഈ കുന്നോളം പോലീസിൻ്റെ തട്ടിപ്പ് വളരെ വ്യക്തമാണ്. ആ പയ്യനെ ഇടിച്ച് അവൻ ഉണ്ടായി കഴിഞ്ഞാൽ അവൻ്റെ അമ്മേനെ ആര് നോക്കും? ഒരാളുമില്ല അവനെ. ഞാൻ ചോദിട്ടെ അടിക്കാൻ ഇവർക്ക് ആരാ അധികാരം കൊടുത്തത്? ഇവരാരടിക്കാൻ? ഇവനെന്താ ഭീകരനാ? ഇവൻ പാകിസ്ഥാൻ ഭീകരനാ? വന്നിട്ട് ഇവിടെ നാട്ടിൽ ബോംബ് വയ്ക്കാൻ ഒന്നാണോ അവൻ? അവനെക്കുറിച്ച് ഇവിടെ വേറെ വൃത്തിയോടൊന്നുമില്ലല്ലോ. ഉണ്ടെങ്കിൽ പറയട്ടെ. ഇവിടെ എല്ലാ കുട്ടികളും ഓടിയാണെന്ന് കളിക്കുന്ന കുട്ടികളെ എല്ലാവരും ഓടിയാണെന്ന് എന്തെങ്കിലും വന്നാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് സഹകരിക്കുന്ന ആൾക്കാർ. അവർ പോലീസ് ചെയ്ത് വളരെ മോശമാണ്. എനിക്ക് അതേ പറയുള്ളൂ, വളരെ മോശമാണ്. ഇതൊന്നും ഇങ്ങനെ അനുവദിച്ചോളൂ. എന്താ ജനമൈത്രി പോലീസ് ആളുകളെ പറ്റിക്കാനുള്ളവർ പേരിട്ടിരിക്കുക, സൗഹൃദം മറ്റത് മറിച്ച്. ഇത് പേര് മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാണ്ടല്ലോ ഇവരുടെ സ്വഭാവം തനി വടക്കാം. ഇത് അനുഭവം കൊണ്ട് പറയാം. സ്വന്തം അനുഭവം പറയണം, വെറുതെ ആൾക്കാർ പറഞ്ഞതല്ല. സ്വന്തം അനുഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കും. കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ 2 കേസ് ഇറങ്ങുന്നു. എൻ്റെ കടയിൽ വന്ന് എന്നെ മർദ്ദിച്ച് എൻ്റെ കടയിൽ നിന്ന് സാധനം മോഷ്ടിച്ച് കൊണ്ടുപോയതിനെ CCTV ദൃശ്യങ്ങളും ഇറക്കം ഞാൻ കൊടുത്തു. എന്നിട്ട് അവർ എനിക്കെതിരെ വാദിയെ പ്രതിയാക്കി എന്ന് പറഞ്ഞ ആളുടെ പേര്. അപ്പോൾ എന്താ ഈ പോലീസിൻ്റെ CCTV മനസ്സിലായി. ഇപ്പോൾ ഈ CCTVയിൽ കണ്ടപ്പോൾ അവൻ ഇടിക്കുന്നുണ്ട്. എന്ത് തെറ്റ്? ഒരു അമ്മമാർ പറയട്ടെ, 10 അമ്മമാർ പറയട്ടെ ആ പോലീസ് ചെയ്ത് തെറ്റാന്ന്. കേരളത്തിൽ 10 അമ്മമാർ പറയട്ടെ അത് ചെയ്ത്. ഒരു അമ്മയ്ക്കും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഒരു അമ്മയ്ക്കും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇനി അവരുടെ അമ്മമാർ പറയട്ടെ അവർ ചെയ്ത് ശരിയാണോന്ന്. ഈ പോലീസുകാരുടെ അമ്മമാർ പറയട്ടെ അവർ ചെയ്ത് ശരിയാണോന്ന്. എന്നിട്ട് വിലയെടുത്ത് കേരള സമൂഹം അത്രയും വൃത്തികേടാണ് ചെയ്തത്. അവരുടെ അമ്മമാർ പോലും പറയില്ല എന്താ നിങ്ങൾ കാണിച്ചെന്ന് ചോദിക്കുക അവരുടെ അമ്മ. ഈ പോലീസുകാരുടെ അമ്മ ഒരു കുട്ടികളടാ. ആ മാല ഊരുന്നുണ്ടില്ലേ? എന്തിനാ മാല? ഒരു പൂജാരിയുടെ മാല ഊരുക എന്ന് പറഞ്ഞാൽ അത് വർഗീയ ചിന്തയാണ് അയാളുടെ. അത് കാരണം കുന്നോളത്തെ പോലീസ് വർഗീയ ചിന്തകളുള്ള പലവരുണ്ട്. എനിക്ക് നേരിട്ടറിയാം. അവർക്ക് ആ മാല ഊരാൻ പാടില്ല. അവൻ്റെ ദീക്ഷയാണത്. ആ ദീക്ഷ ഊരിയിട്ട് കാണിച്ച വൃത്തിയല്ലേ? എന്താ സ്ഫോടക വസ്തു ഊരിയെടുക്കാൻ അവന് ജയിലിലേക്ക് വിടുക? അവന് ലോക്കപ്പിലിടല്ലേ ചോദിക്കുന്നത്? ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതി അതില്ലേ ഇത് ഊരിയെടുത്ത് ആത്മഹത്യ എന്ന് ഓർത്തിട്ട് ഊരിയെടുക്കാൻ ലോക്കപ്പിലല്ലേ ഇട്ടിരിക്കുന്നത്. നേരെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്തിട്ട് നേരെ അവർ കൊണ്ടുപോയി അടയ്ക്കാം, മജിസ്ട്രേറ്റ് മുമ്പിലേക്കാം. അപ്പോൾ ഇത് ഊരേണ്ട ആവശ്യമുണ്ടാ? കോടതി പറയട്ടെ അവന് ലോക്കപ്പ് ഊരിനെയും നിയമണി ഊരാ. ഇത് ലോക്കപ്പിലൊന്നും പോയിട്ടില്ല. അവൻ റിമാൻഡിലും പോയിട്ടില്ല. നിങ്ങൾ ജനം ചിന്തിക്കുക. ഇത് ഇനി കേരളത്തിൽ ആവർത്തിക്കരുത്. പ്രത്യേകിച്ച് കുന്നോളത്ത് ആവർത്തിക്കുന്നുണ്ട്. കുന്നോളത്ത് ആളെ തല്ലിക്കൊന്നുള്ള പോലീസാ. കുന്നോളത്ത് ആളെ കൊന്ന പോലീസാ. ആദ്യം പറയാൻ വേണ്ട. ഇത് പലർക്കും പറയാൻ പേടിയുണ്ട്. പലവർക്കും പറയാം ഇത് കുന്നോളത്ത് ചില ആൾക്കാർക്ക് അവിടെ ചില സ്വാധീനമുള്ള ആൾക്കാർക്ക് രക്ഷയുണ്ട്. കുന്നോളത്ത് വളരെ മോശം സുഹൃത്തെ. ബോധം പോവും. എന്ത് ഇട്ടിടിക്കണ്? അവൻ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ മതി. ഇവൻ ചെയ്ത പോലീസ് എന്താ നിങ്ങൾ കാണിക്കണമെന്ന് ചോദിച്ചതാ. പോലീസിനോട് ചോദ്യം ചെയ്യാൻ പാടില്ലേ? പോലീസ് റൈറ്റുണ്ട് ജനത്തിന്. അവൻ ചെയ്ത തെറ്റെന്താണെന്ന് ഒരു പൊതുസമൂഹത്തോട് പറയും. പൊതുപ്രവർത്തകൻ ഒരു ചെറുപ്പക്കാരൻ മതി. ഒന്നുമല്ല വെറുതെ റോട്ടിൽ കൊണ്ട് നടന്ന ഒരു പയ്യൻ, അത് മാത്രം കുട്ടി മതി. നിങ്ങൾ പൊതുപ്രവർത്തകൻ ഒന്നും കണക്കൂട്ടണ്ട. ഇപ്പോൾ ഒരു സാധാ കുട്ടി, ഈ കുട്ടി എന്തായി എന്ന് ചോദിച്ചാൽ അപ്പോഴേക്കും പിടിച്ചുകൊണ്ടിരിക്കുക. അതാണോ പൊതുപ്രവർത്തകനല്ല? ഒന്നുമല്ല, അവൻ സാധാരണ പയ്യൻ എന്ന് മാത്രം കൂട്ട്. അവന് ജീവിക്കണ്ടേ? സാധാരണക്കാർക്ക് ജീവിക്കണ്ടേ? അവനെക്കുറിച്ച് ഈ നാട്ടിൽ വല്ല വൃത്തിയോട് കാണിച്ചിട്ടുണ്ടെന്ന് ആൾക്കാരോട് പറയട്ടെ.
എന്നിട്ട് നടപടി എടുക്കട്ടെ. എൻ്റെ മകനെ പറ്റി എനിക്ക് വേദന ഉണ്ടാവില്ലേ? അവൻ്റെ അമ്മ കണ്ട അവൻ്റെ അമ്മയ്ക്ക് സഹിക്കൂ. എൻ്റെ ഭാര്യ പറയാം ആ TV ഓഫ് ചെയ്യാൻ കാണാൻ പറ്റില്ലെന്ന്. എൻ്റെ ഭാര്യ പറഞ്ഞ് ആ TV ഓഫ് ചെയ്ത് എങ്ങനെ കാണുന്ന. അപ്പോൾ അവരൊരു സ്ത്രീയാണ്, അവർ പറഞ്ഞത് കാണാൻ പറ്റില്ലെന്ന്. ഒരുമാരപ്പെട്ട അമ്മമാർ പറയുന്നത് അതാണ്, കാണാൻ പറ്റില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആരോടും ആണ് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ കാണില്ലല്ലോ. തെറ്റ് ചെയ്ത് ഇപ്പോൾ അജ്മൽ കസബ എന്നല്ലല്ലോ അവൻ. അജ്മൽ കസബാണെങ്കിൽ അവനെ പിടിച്ചുകൊണ്ട് നമുക്ക് പറയാം ചെയ്ത രീതിയിലേക്ക് അവരെ സ്ഥലം മാറ്റി. അവർക്ക് സ്ഥലം മാറ്റല്ലോ, സ്ഥലം മാറ്റി ശിക്ഷാ നടപടിയല്ലോ. ഡോക്ടർ സ്ഥലം മാറി പോണു, വില്ലേജ് ഓഫീസർ സ്ഥലം മാറി പോകുന്നു, കൃഷി ഓഫീസർ സ്ഥലം മാറി, ഇതൊക്കെ ശിക്ഷാ നടപടിയാ? നിങ്ങൾ അങ്ങനെ പറയരുത്. ജനത്തിനോട് അയാൾ പറഞ്ഞ ആ ഉദ്യോഗസ്ഥൻ, ആ മേലുദ്യോഗസ്ഥൻ പറഞ്ഞത് കളിയാക്കുന്ന രീതിയിലാണ്. സ്ഥലം മാറ്റൽ ഒരിക്കലും ശിക്ഷാ നടപടിയല്ല. 3 കൊല്ലം വരെ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞാൽ മാറിപ്പോണം. അത് ശിക്ഷാ നടപടിയല്ല. ശിക്ഷിക്കണവർ അവരെ സർവീസിൽ നിന്ന് എടുത്തോളാം. ഈ 5 പേരുണ്ടെന്ന് പറഞ്ഞ് 4 പേരുടെ ഫോട്ടോ തന്നെ അവർ 5 പേരെ ഈ ജോലിയിൽ നിന്ന്, സർക്കാർ ജോലി പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ മറ്റുള്ള ഉദ്യോഗസ്ഥർക്ക് അതൊരു പാടാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇനി ആരടിച്ചാലും അവർ CCTV ചെക്ക് ചെയ്തിട്ട് അപ്പം നടപടി എടുക്കണം. മാറ്റലല്ല, സസ്പെൻഡ് ചെയ്യണം, ഡിസ്മിസ് ചെയ്യണം. ഒരു സർവീസിനും വേണ്ട, ഒരു സർവീസിനും വേണ്ട. ഇപ്പം ഞങ്ങളെപ്പോലുള്ള എന്നെപ്പോലുള്ള ആൾക്കാർ കേസ് കൊടുത്ത് നടത്തുക. ഇവരുടെ ജോലി പോകാനല്ല, നമുക്ക് നീതി കിട്ടാൻ. നമുക്ക് നീതി കിട്ടണമെങ്കിൽ കോടതിയിൽ പോകേണ്ട അവസ്ഥയായി. ഇപ്പം അവനും കോടതിയിൽ പോകണം. സ്റ്റേഷനിലൊന്നും നീതി കിട്ടില്ല. സ്റ്റേഷനിൽ പണമുണ്ടോ സ്വാധീനമുണ്ടോ അവിടെ നീതിയുണ്ട്. അല്ലാണ്ട് അവിടെ ഒന്നും നീതി കിട്ടില്ല. ഞാൻ കോടതി പോയി ഈ പൈസയും കളഞ്ഞ് ഇങ്ങനെ പുറയിൽ നടക്കുക, അവൻ്റെ ജോലി ഇല്ലാണ്ട് വിളിക്കുമ്പോൾ പോവുക. ഒരു 5-6 കൊല്ലം ഇനി ഇത് നടക്കുക. ഇവർക്കാണെങ്കിൽ ലീവ് എഴുതി കൊടുക്കേണ്ട, ഡ്യൂട്ടി ടൈം എന്ന് പറഞ്ഞാൽ എഴുതി പോരാ. അവർക്ക് എല്ലാ സൗകര്യമുണ്ട്, സാധാരണ സൗകര്യം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അവർക്ക് പണം കൊടുത്ത എന്താ കുഴപ്പം? ഇവർ പണം കൊടുത്ത് സ്വാധീനിച്ച എന്താ കുഴപ്പം അറിയോ? ഈ പണം അവർ അടുത്ത ജനങ്ങളുടെ നിന്ന് മേടിച്ചുണ്ടാക്കും. 20 ലക്ഷത്തിന് ഓരോരുത്തരും 1 കോടി രൂപ വീണ്ടും കൈക്കൂലി മേടിച്ച് പണം ഉണ്ടാക്കുള്ളൂ. അല്ല ഇവരുടെ പോക്കറ്റിൽ നിന്നൊന്നും പൈസ കൊടുക്കില്ല. 20 ലക്ഷം രൂപ ഇവർ കൈക്കൂലി മേടിച്ച് ഈ കാശ് ലാഭം ഉണ്ടാക്കും. അല്ലാണ്ടൊന്നും ഇവരുടെ പോക്കറ്റിൽ നിന്ന് ഇവർ കുടുംബത്തിനടുത്ത് 20 ലക്ഷം കൊടുക്കുന്നില്ല. ജനങ്ങളിൽ നിന്ന് തന്നെ പിഴിഞ്ഞെടുക്കൂരി. നോക്കിക്കോ, അതാണ് ഒരു പണം കൊടുക്കല്ലേ. ഇത് ബാക്കി 10 കോടി ജനങ്ങളിൽ നിന്ന് റോട്ടിൽ നിന്ന് പിടിച്ച് മേടിക്കൂരി. അതാ പറഞ്ഞു, അവൻ മേടിക്കാൻ അവൻ്റെ നീതി വേണം. അപ്പം ഞാനും സ്വാധീനത്തിന് വേണ്ടിയിട്ടില്ല, ഞാനും കേസിനെ പോയത്. എനിക്കും സ്വാധീനം ഉണ്ടായിരുന്നു, ഞാനത് പറയാനില്ല. എനിക്കും സ്വാധീനം ഉണ്ടായിരുന്നു. അയാളുടെ ജോലി മുടക്കി കേസ് കൊടുക്കുന്നത്. ഞാനും കേസിന് തന്നെ പോയത്. പൈസ മേടിക്കാൻ എനിക്ക് സുഖമാണ്. പൈസ മേടിക്കാൻ എല്ലാവരും ഇവരുടെ വിചാരം എല്ലാവരും പണത്തിന് വേണ്ടി ജീവിക്കണമെന്നാണ്. നമുക്കൊരു അഭിമാനമില്ലേ? നമുക്കൊക്കെ ഒരു വ്യക്തിത്വമില്ലേ? എല്ലാവർക്കും വ്യക്തിത്വമുണ്ട്. ചെറിയ കുട്ടിക്ക് പോലും വ്യക്തിത്വമുണ്ട്. എനിക്കൊരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തിൻ്റെ മുകളിൽ നിൽക്കണം. അല്ലാണ്ട് പണം കണ്ടുകൊണ്ട് എല്ലാം നേടിയെടുക്കാൻ പറ്റില്ല. ഇവരുടെ വിചാരം പണം കൊടുത്താൽ ഇവർക്ക് പണം മേടിക്കില്ല ഇടപാട്. ഈ പോലീസുകാർക്ക് പൈസ മേടിക്കില്ല പരിപാടി. ജനത്തിന് പൈസ മേടിക്കില്ലല്ല, ജനത്തിന് അവന് അഭിമാനമാണ്. ആ അഭിമാനമുള്ളവൻ പൈസ മേടിക്കില്ല. ഇവർക്ക് അഭിമാനമില്ല, അതുകൊണ്ട് ഒരു പൈസ കൊടുക്കാൻ തയ്യാറാവണം. എൻ്റെ ജനങ്ങളിൽ നിന്ന് പൈസ മേടിക്കും. ഇതിൻ്റെ ഉത്തരം എൻ്റെ അറിവാട്ടെ ഞാൻ പറഞ്ഞു. ഞാനിത് വലിയ അധികാരിയല്ല, എൻ്റെ ചെറിയ ബുദ്ധിക്ക് തോന്നിയ എൻ്റെ അറിവാണ് പറഞ്ഞത്. ഈ ഭീകരന്മാരെ പിടിച്ചുകൊണ്ട് എന്തിട്ടിരിക്കുന്നത്? ഇപ്പോൾ 1-ാം തീയതി ഉണ്ടായ സംഭവം. ഇത്ര ദിവസം, ഇന്ന് 6-ാം തീയതി അല്ലേ? ഇത്ര ദിവസമായിട്ട് ഇവർ നടപടി എടുത്താൽ ഇവരുടെ കയ്യിൽ തെളിവ് അന്ന് മുതലുണ്ട്. ഈ 2023 പറഞ്ഞ ദിവസം മുതൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ തെളിവുണ്ട്. അവരുടെ കയ്യിൽ അവർ മേലുദ്യോഗസ്ഥർ കണ്ടറില്ലല്ലേ, ഇവരൊക്കെ കണ്ടറില്ലല്ലേ. അപ്പോൾ അവർക്ക് നടപടി എടുക്കാൻ നമ്മളല്ലേ 1-ാം തീയതി കണ്ടത്. അതിനു മുമ്പൊക്കെ അവർ കണ്ടിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് അവർ നടപടി എടുത്തില്ല? ഇത് കണ്ടാൽ ഞെട്ടുകയല്ലേ ചെയ്ത്, ബോധം പോയി. ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യനായി ജീവിച്ചവൻ. കോഴിനെ അറുത്താൽ പോലും നമ്മൾ ഞെട്ടും ഇല്ലേ? പൂച്ചക്കുട്ടിനെ കല്ലെടുത്താൽ നമ്മളെ കുട്ടികളോട് കല്ലെടുത്തെറിയില്ലേ എന്ന് പറയും. തീർച്ചയായിട്ടും അല്ലേ? ഒരു പൂച്ചക്കുട്ടിനെ കല്ലെറിഞ്ഞാൽ പറയുമ്പോൾ കല്ലെറിയില്ല. പിന്നെ മനുഷ്യനെ തല്ലുകൊണ്ട് നമുക്ക് ഭയം തോന്നില്ലേ? മനുഷ്യനാവണം ഹൃദയത്തിൽ. മനുഷ്യത്വം ഉണ്ടാവണം. മനുഷ്യത്വം എന്ന് പറയുന്നത് സ്വയം കിട്ടണ, അത് ജന്മന കിട്ടണ, അത് അതുപോലത്തെ ജീന്ന് കിട്ടണ. ഇതില്ലാണ്ട് പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? അത് തന്നെ അവസ്ഥ. നമുക്ക് അറിയണമല്ലേ. എൻ്റെ തൊട്ടും മുറി വീട്ടിൽ ചെക്കണല്ലേ. ഇവിടെ എന്തെങ്കിലും ആവശ്യം ഞാൻ പോയിട്ട് മരുന്നൊക്കെ മേടിച്ചു. ഞാൻ സുഖമില്ലാത്ത ആളാണ്. എനിക്ക് ഇടയ്ക്ക് മരുന്ന് മേടിച്ചാണ് പയ്യനാ. പിന്നെ വീട്ടിൽ കിടക്കുക സാധനങ്ങൾ മേടിക്കാൻ അവനെ എടാ ഇത് മേടിച്ചോളൂ അത് മേടിച്ചോളൂ എന്ന് പറഞ്ഞ പയ്യനാ. അപ്പോൾ ഞാൻ ദിവസം കാണുന്ന പയ്യനല്ലേ. ഭീകരത പറഞ്ഞിട്ട്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം പോലീസാ ഇടിച്ച് നശിപ്പിച്ചതാണ്. വണ്ടിയിൽ ഇടിച്ച് നശിപ്പിച്ചാൽ പറഞ്ഞു. വണ്ടിയിൽ ഇടിച്ച് നശിപ്പിച്ചെന്ന് പറഞ്ഞു. ബാക്കിൽ ചവിട്ടി കൂട്ടുകാരെന്നാ പറഞ്ഞു പോലീസുകാർ. അങ്ങനെ തന്നെ അവൻ എന്നോട് പറഞ്ഞു. ഞാൻ എന്നോട് പറഞ്ഞ കാര്യം പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം കണ്ടത് CCTV മാത്രമോ. അവർ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ചവിട്ടി കൂട്ടിന്ന്. ചവിട്ടി കൂട്ടി വണ്ടിയിട്ട് 5 പേരുണ്ടെന്ന് അന്ന് പറഞ്ഞിട്ടാ. ഒരാളും കൂടി ഉണ്ടെന്നാണ് എൻ്റെ അറിവിൽ. ഈ ഇവരല്ല, ഏതൊരു പോലീസുകാരനും കൂടി ഉണ്ടെന്നാണ് ഡ്രൈവർ. ഒരാൾ
അത് SI. വേറൊരാളുടെ പരിപാടി ഞാൻ പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. വലിയ വലിയ തമ്പുരാക്കന്മാർ വരെ പാർട്ടി മാറിപ്പോണ്. പിന്നെയാണ് പാർട്ടി ഒന്നും നോക്കണ്ട, പാർട്ടിയൊക്കെ ഓരോ ഇതല്ലേ, പാർട്ടി നോക്കിയിട്ടൊക്കെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഇപ്പം അവൻ ഏത് പാർട്ടിയായാലും എൻ്റെ വീട്ടിലെ അയൽവാസികളുടെ പയ്യൻ അവൻ എന്നെ സഹായിക്കുന്ന പാർട്ടി നോക്കിയിട്ടാ, അപ്പുറത്ത് വീട്ടിലെ പയ്യൻ ഒരാളോട് പറഞ്ഞ് അയാൾ രാഷ്ട്രീയം നോക്കിയിട്ടാ, അയൽവക്കക്കാർക്കൊരു അപകടം വരെ അങ്ങോട്ട് ഓടിയത്തില്ലേ. അപ്പോൾ അവനത് പറഞ്ഞപ്പോൾ ഞാനൊരു ഇങ്ങനെ അടിക്കുമോ എന്ന് ഞാൻ സംശയിച്ചു. കാര്യം ചവിട്ടി കൂട്ടി അവിടെ ഇടിച്ചു എന്നൊക്കെ പറഞ്ഞു. ചെവി കേൾക്കാനില്ല, അന്നേരം പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു ചെവി കേൾക്കാനില്ലെന്നൊക്കെ വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് നടന്നിരുന്നു. അവനിപ്പോഴും ചെവി ശരിയല്ലെന്നാണ് കേട്ടിരിക്കുന്നത്. പിന്നെ എന്താ പറയുക, നമ്മൾ ദിവസം കുത്തി ചോദിക്കാൻ പറ്റില്ലല്ലോ, നമ്മളെന്താ സൂയിക്കുക അത് കേട്ടിട്ട് അന്ന് കേട്ടു. പക്ഷെ പിന്നെ നമ്മൾ എങ്ങനെ അസുഖം ഉണ്ടോ ചെവി കേൾക്കുമെന്ന് ചോദിക്കാൻ പറ്റും. കാരണം അതൊരാളെ കളിയാക്കുന്നതിന് തുല്യല്ലേ. പിന്നെ അവനെങ്ങനെ വേദന ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേദന തോന്നി, ചെറിയ പയ്യനല്ലേ, എന്താ ചെയ്യുക. അവനെങ്ങനെയൊക്കെ ഇത് നടപടിയല്ലാണ്ട് അവർ പിരിച്ചുവിടുക. ഇവർ പിരിച്ചുവിട്ടാൽ മറ്റു പോലീസുകാർക്ക് അതൊരു മാതൃകയാവും, എല്ലാവർക്കും മാതൃകയാവും. അവർ പിരിച്ചുവിടുക വേറെ ചെയ്യില്ല. പിന്നെ അവർ കേസ് അവർക്ക് വേണമെങ്കിൽ കേസിന് പോട്ടെ, സുപ്രീം കോടതിയിൽ അവർ പോട്ടെന്ന് അവർ പിരിച്ചുവിട്ടത് കാര്യം തെളിവല്ലേ. ഇത് പോലീസ് സേനയ്ക്കാണ് നാണക്കേടല്ല ഇത്രയും ചർച്ച ചെയ്യാന്ന് വെച്ചാൽ. ഇതിപ്പോൾ നമ്മൾ മാത്രമല്ലല്ലോ, ഇത് കേരളമല്ല മലയാളികൾ മൊത്തം ചർച്ച ചെയ്യുന്നുണ്ട്. ഓണത്തിന് ഈ ഓണം ആഘോഷിക്കുന്ന അമ്മമാർ കരഞ്ഞിട്ടത് കണ്ടത്. ഒരു സിനിമാ ചർച്ച ഒന്നുമല്ല ഇപ്പൊ നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇതൊന്നുമല്ല ഇപ്പൊ മൊത്തം നടക്കുന്ന ഈ സൂചിത്തിൽ. ഇത് അമ്മമാര്, എൻ്റെ ഭാര്യ വരെ ചോദിച്ചു ഇത് എന്തിട്ടിരിക്കുന്നു, നിനക്ക് പോലീസ് ചെയ്യുമെന്ന്. കാര്യം അവര് വീട്ടിലിരിക്കുന്ന സ്ത്രീകളല്ലേ, ഇവർക്ക് പറഞ്ഞറിവിലുള്ളൂ. ടി വിയിൽ ഞാൻ കാണിച്ചു കൊടുത്തല്ല, ടി വിയിൽ ലൈവായിട്ട് എൻ്റെ ഈ കുട്ടി കുഞ്ഞുകുട്ടി വരെ പറയുന്നുണ്ട് എന്തിനാണ് ഇടിച്ചത്. അപ്പൂസെന്ന് വിളിക്കട്ടെ, നിങ്ങൾ ഈ അപ്പൂസേട്ടനെ എന്തിനാ ഇടിക്കണത് അച്ഛാന്ന് ഈ കുട്ടി ചോദിക്കുക. അപ്പൂസേട്ടനെ എന്തിനാ ഇങ്ങനെ ഇടിക്കണെന്ന് കുട്ടികൾ വരെ ചോദിക്കും. അവനറിയില്ലല്ലോ, അവൻ ചെറിയ കുട്ടി 10 വയസ്സ് അവനെ ഇതറിയും. അവർ വരെ കുട്ടികൾ വരെ കണ്ടിട്ട് ജീവിക്കണു. TV വെക്കാൻ പറ്റാത്ത അവസ്ഥയും. കാര്യം കാണാൻ പറ്റണല്ലോ ഇടിമുറി ഉണ്ടെന്നാ പറഞ്ഞ മുകളിൽ ഇടിമുറി, അതിനകത്തിട്ട് അവരുടെ കാലയില്ല ഇത് ഇടിമുറി. എന്ത് ക്രൂരത, അതൊക്കെ ക്രൂരത എന്ന് വെച്ചാൽ വളരെയധികം ക്രൂരതയായിരുന്നു. ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത്രയൊന്നും ചെയ്യരുത് ചെറുപ്പക്കാരന്. എൻ്റെ പിന്നെ മുമ്പുള്ള പയ്യൻ നാളെ നമ്മുടെ കുട്ടികൾക്ക് ഇത് വരെ നമ്മളെല്ലാം അടുത്ത് ഇത് ജനം ശരിക്കും പ്രതികരിക്കണം. കാര്യം ഇത് അവൻ്റെ വീട്ടിലല്ല, നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഇത് നാളെ വരും. ഇവർക്ക് അധികാരമുണ്ട്. ഈ അധികാരം അവരെ സ്റ്റോപ്പ് ചെയ്യേണ്ട അധികാരത്തിന് പരിധി വേണം. ഇവർ തെറ്റിയതിന് ഞാൻ തെറ്റി എന്നെ കോടതിയിൽ ഹാജരാക്കട്ടെ, കോടതിയിൽ ഇത് കൊടുക്കുക, തെളിവുകൾ കൊടുത്ത് എന്നെ ശിക്ഷിക്കട്ടെ. അജ്മൽ കസീമിനെ വരെ തൂക്കി പോകുന്ന കോടതിയല്ലേ, അല്ലാണ്ട് ഇവിടുത്തെ പോലീസല്ലല്ലോ അല്ലേ. അവനെ വരെ വാദിക്കാനുള്ള അവസരം കൊടുത്തു ഇല്ലേ. അവനെ വരെ വാദിക്കാൻ ഇത്രയും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. അപ്പനോട് പരസ്യമായിട്ട് ഒഴിച്ചല്ല, അവനെ വരെ കോടതിയാണ്. നമ്മുടെ നിയമം അത്ര ശക്തമാണ്, ആ നിയമത്തിന് മുമ്പിൽ ഹാജരാക്കട്ടെ. അത് ചെയ്തില്ല. അപ്പം ഇതും അവന് നിയമത്തിന് മുമ്പ് കോടതിക്ക് ബോധ്യം ഇവൻ കള്ളുപിടിച്ചിട്ടില്ലെന്ന്. രക്തം പരിശോധന കള്ളുപിടിച്ചിട്ടില്ല, കോടതിക്ക് ബോധ്യമായിട്ട് അവനെ ഇവർക്ക് റിമാൻഡ് ചെയ്തിട്ട് ബാക്കി ജയിലിലിട്ടിടിക്കാനുള്ള പരിപാടിയായിരുന്നു. ഇവരൊക്കെ എന്ത് ചെയ്തെന്ന് ചോദിക്കാൻ പാടില്ല. ഇവർക്ക് ഇതൊക്കെ ഒരു വർഗീയതയുണ്ട്, സത്യം വർഗീയതയാണ്. അല്ലെങ്കിൽ ആ മാല ഊരാൻ പാടില്ല, അവൻ്റെ ദീക്ഷ ഊരരുത്. ദീക്ഷ ഊരിയതിൽ വളരെയധികം വേദന പലർക്കുണ്ട്. ഇപ്പം ഞങ്ങളൊക്കെ ശബരിമലയ്ക്ക് പോകുന്നത് ഈ മാല ഇട്ട് കഴിഞ്ഞാൽ അത് പവിത്രമായിട്ട്, പവിത്രം ഉണ്ടോ ഇല്ലെന്നും നമുക്ക് ദൈവം ഉണ്ടോയെന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അച്ഛനും കാരണവന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളൂ ദൈവം ഉണ്ടെന്ന്. അത് വിശ്വസിക്കുന്നു, ഇല്ലെങ്കിൽ ഇല്ല പോട്ടെ. പക്ഷെ അങ്ങനെ വിശ്വാസമുള്ള ആ വിശ്വാസം ഊരരുതല്ലോ. എല്ലാ മതക്കാർക്കും അവരവരുടെ വിശ്വാസം, മതമില്ലാത്തവരുണ്ട്. ഇപ്പം എൻ്റെ ദീക്ഷ ശബരിമലയ്ക്ക് പോകുമ്പോൾ മാലിട്ടുണ്ടെങ്കിൽ അതൊരു വിശ്വാസമാണ്. ആ ഊരിക്കഴിഞ്ഞാൽ ദൈവം ശിക്ഷിക്കൊന്നുമില്ല എന്നുള്ള ബോധമുണ്ട്. പക്ഷെ അതൊരു വിശ്വാസമാണ്, അത് ചെയ്യരുത്. ചെയ്തത് വളരെ മോശമായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.